അപ്പോൾ ഇതാണ് കൊളോൺ കത്തീഡ്രൽ. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇതൊരു റോമൻ കത്തോലിക്ക ദേവാലയമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന പള്ളിയുണ്ടല്ലോ, അത് 777 വർഷം പഴക്കം ഈ പള്ളിക്കുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നിർമ്മാണം ഏകദേശം 632 വർഷം കൊണ്ടാണ് തീർന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ദേവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഈ പള്ളി കാണാൻ വന്നപ്പോഴും ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം കേട്ടോ. ഏകദേശം 20,000 ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പം ഇതിനുണ്ട് കേട്ടോ. അത്രയും വലിയ പള്ളിയാണ് ഇത്. പിന്നെ നമ്മളെ തന്നെ വിസ്മയിപ്പിക്കുന്ന സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങൾ ഒരുപാട് ഈ പള്ളിയിലുണ്ട് കേട്ടോ. അത് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നേ. പിന്നെ 2 ഇരട്ട ഗോപുരങ്ങളുണ്ട്. അത് നമുക്ക് എവിടെ നിന്ന് നോക്കിയാൽ, ആ സിറ്റിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാൽ ആ ഇരട്ട ഗോപുരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 157 മീറ്ററാണ് കേട്ടോ. പിന്നെ ഗോതിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ 1996 യുനെസ്കോ ലോക പൈതൃക പദവിയും ഇനി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പള്ളി കേട്ടോ. ഇനി നമുക്ക് ഈ പള്ളിയുടെ പുറം ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് എല്ലാത്തിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ദേവാലയവും ഇതിൻ്റെ കാഴ്ചകളും ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന് ചുറ്റും ഞാൻ നടന്നിങ്ങനെ കണ്ടപ്പോഴേ ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇതെങ്ങനെ പണിതിട്ടുണ്ടാവും ആ കാലത്ത്, അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തെ ഈ ദേവാലയം എങ്ങനെ അതിജീവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് നടക്കുമായിരുന്നേ. ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ദൈവിക സൃഷ്ടി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും ഈ ദേവാലയം കാണാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം കേട്ടോ. ഇതൊരു ദൃശ്യവിസ്മയം തന്നെയാണ്.